പുതുപ്പൊന്നാനി അഴിമുഖം മേഖലയിൽ മത്സ്യബന്ധനയാനങ്ങൾക്ക് ഇനി സുഗമമായി സഞ്ചരിക്കാനാകും. അഴിമുഖത്ത് പുഴയിൽ തടസ്സമായി കിടന്നിരുന്ന കല്ലുകളും മണൽത്തിട്ടയും നീക്കം ചെയ്യാൻ നടപടികളാകുന്നു. പുതുപ്പൊന്നാനി അഴിമുഖത്ത് പലതവണയായി വള്ളങ്ങൾ അപകടത്തിൽപ്പെടുകയും കേടുപാടുകൾ സംഭവിക്കുകയും തുടർക്കഥയായതോടെ അപകടങ്ങൾക്കിടയാക്കുന്ന പുഴയിലെ കല്ലുകളും മണൽത്തിട്ടയും നീക്കം ചെയ്യുന്നതിന് നടപടിയായി. പുതുപ്പൊന്നാനി അഴിമുഖത്തെ മണൽത്തിട്ടയും കല്ലും നീക്കം ചെയ്യുന്ന പ്രവൃത്തി ഉടനെ ആരംഭിക്കും. 31 ലക്ഷത്തിന്റെ പദ്ധതിയുടെ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി അഗ്രിമെന്റ് വെച്ചിട്ടുണ്ട്. മംഗലത്തുള്ള ഹസൻ അനീഷ് എന്ന വ്യക്തിക്കാണ് നിർമ്മാണ ചുമതല. പി നന്ദകുമാർ MLAയുടെ നേതൃത്വത്തിലുള്ള സംഘം പദ്ധതി പ്രദേശം സന്ദർശിച്ചു. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ നിരന്തര ആവശ്യം പരിഗണിച്ച് താൽക്കാലിക പരിഹാരം എന്ന നിലയ്ക്കാണ് നടപടി. തൊഴിലാളികളെ യഥാർത്ഥ ഫിഷർമാൻസ് എന്ന രൂപത്തിലേക്കുള്ള മത്സ്യത്തൊഴിലാളികൾ ജോലി ചെയ്യുന്ന പ്രദേശമാണ് പുതുപ്പൊന്നാനി. ലോകത്തിൻ്റെ ആൾക്കാരില്ല. ഇവരാണ് ഇവിടുത്തെ ഈ സാധാരണ തോണിയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളാണ്. ഇവിടെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഇവർക്ക് ഇപ്പോൾ പുതുപ്പൊന്നാനി കരക്ക് അടിക്കാൻ കഴിയാത്ത രൂപത്തിലേക്കുള്ള പ്രശ്നമുണ്ട്. കാരണം ഈ തോണി വരുമ്പോൾ അവിടെ കല്ലിലൊക്കെ തട്ടിയിട്ട് തോണി മറയുന്ന രൂപത്തിലേക്കും പരിഹരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഒരു പരിഹാരം കാണണമെങ്കിൽ അവിടെ ഇപ്പോൾ അടിഞ്ഞു കൂടിയിട്ടുള്ള ഈ കല്ലുകൾ ഒന്നാമത് മാറ്റണം. കല്ല് മാറ്റിക്കൊണ്ട് അവിടെ സൈഡിലിട്ടിട്ട് തോണി അടിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണം. ആ സൗകര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എമർജൻസി വർക്ക് നൽകിയാണ് ഈ വർക്ക് വന്നിട്ടുള്ളത്. ഇറിഗേഷൻ വകുപ്പാണ് പദ്ധതി നടപ്പാക്കുന്നത്. അഴിമുഖത്ത് മണൽ അടിഞ്ഞുകൂടുകയും കടൽഭിത്തിയുടെ കല്ലുകൾ അഴിമുഖത്ത് അടിഞ്ഞുകിടക്കുകയും ചെയ്യുന്നതോടെ മത്സ്യബന്ധനയാനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയാത്ത അവസ്ഥയാണ്. പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം കണക്കിലെടുത്താണ് പദ്ധതി തയ്യാറാക്കിയതെന്നും മണൽത്തിട്ടകൾ നീക്കം ചെയ്ത വള്ളങ്ങൾക്ക് സുഗമമായി കടന്നുപോകാനുള്ള സാഹചര്യം ഒരുക്കുകയാണ് ലക്ഷ്യമെന്നും പി നന്ദകുമാർ MLA പറഞ്ഞു. പ്രളയത്തിലും കടലാക്രമണത്തിലും അടിഞ്ഞുകൂടിയ മണൽത്തിട്ടകൾ മൂലം ചെറുവള്ളങ്ങൾക്കുൾപ്പെടെ ഇതുവഴി കടന്നുപോകാൻ കഴിയാത്ത അവസ്ഥയാണ്. നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം, ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ IP മുഹമ്മദ് മുനീർ, മാജിദ ബീഗം, MK റിഷാദ, വാർഡ് കൗൺസിലർ ബാത്തിഷ എന്നിവരും MLAക്കൊപ്പമുണ്ടായിരുന്നു. NCB ന്യൂസ് പൊന്നാനി. 1000 വിവാഹങ്ങൾക്ക് ഒരേ ഒരു ബ്യൂട്ടി സിൽക്സ്, എടപ്പാൾ, ചാവക്കാട്, തൃപ്രയാർ, പുത്തനത്താണി, പെരിന്തൽമണ്ണ.